ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി എന്നാൽ ഈസി ഒരു സ്വീറ്റാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയാലും ഒരു കഴിച്ചുകൊണ്ടിരിക്കുക. അത്രയും രുചിയാണ്, അത്ര അടിപൊളിയാണ്, എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. 3 ഇൻഗ്രീഡിയൻസ് മതി താനും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ഹെൽത്തി സ്വീറ്റ് ഉണ്ടാക്കിയാലോ? അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 3 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാത്രത്തിനകത്താണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനകത്തുള്ള ഒരു അളവിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പം മുട്ട നമുക്ക് വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, കുറച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് പൊട്ടിച്ച് നമുക്ക് ഈ പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനിപ്പോൾ വലിയ ക്വാണ്ടിറ്റി കൂടുതലൊക്കെ വേണമെങ്കിൽ നമുക്ക് മുട്ട കൂടുതൽ ചേർത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റർ വെച്ച് വേണമെന്ന് വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ എന്ത് വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാം. ഞാൻ ഈ വിസ്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ നല്ലപോലെ മഞ്ഞക്കുരുവെല്ലാം നല്ലപോലെ ഉടഞ്ഞ് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ചേരുന്ന, ഒത്തിരി അങ്ങ് അടിച്ച് പതപ്പിക്കുമല്ല, എന്നാൽ ഇങ്ങനെയൊന്ന് എല്ലായിടത്തും ഒന്ന് ചേരുന്ന രീതിക്ക്. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിനകത്തേക്ക് ഞാൻ 1 സ്പൂണ് നമ്മുടെ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ചാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 1 സ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുത്തു. ഞാൻ സാധാ വാനില എസൻസ് തന്നെ എടുത്ത് ഒഴിച്ചേക്കണം. ഇനിയിപ്പം അതില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഏലക്ക പൊടിച്ചാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആകെപ്പാടെ നിസ്സാര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഇതിനകത്ത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 സ്പൂണ് നമ്മുടെ ശർക്കരയാണ് കേട്ടോ. നമ്മൾ പഞ്ചസാരയൊന്നുമല്ല, നമ്മൾ ശർക്കര നന്നായിട്ട് ചിരണ്ടി വെച്ചിരിക്കുന്ന ശർക്കരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 സ്പൂണ് ശർക്കര നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതാ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ്സാണെന്ന് പറഞ്ഞത്. ഇതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്കിതിനകത്തേക്ക് 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കണമെന്നില്ല, എന്നാലും നമ്മുടെ ഈ മധുരമൊക്കെ അല്ലേ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് അത്രയും മാത്രം ഉപ്പ് അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഈ ശർക്കര നന്നായിട്ടൊന്ന്, ശർക്കര ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ പഞ്ചസാരയാണെങ്കിലും നമുക്ക് ചേർക്കാം. ആ ശർക്കര നന്നായിട്ട് അതിനകത്തൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി. ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ 1/2 മുറി തേങ്ങയുടെ 1/4 പാൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മളിതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആ ശർക്കരയും മുട്ടയും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനകത്തൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി ഒരു അരിപ്പയ്ക്കകത്ത് അരിച്ച് വേണം നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിനകത്ത് എണ്ണയൊക്കെ ഇച്ചിരി ഓയിലൊക്കെ ഒന്ന് തൂത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിനകത്ത് നല്ലപോലെ അരിച്ച് വേണം ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട്. അതിനകത്ത് നമ്മുടെ ശർക്കരയുടെ എന്തെങ്കിലും കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോവുകയും ചെയ്ത് തന്നെ നമ്മുടെ ഈ ശർക്കരയുടെ ഇത്ര ഇത് കിടപ്പുണ്ട്, അതൊന്നും അതിനകത്ത് വീഴരുത്. അപ്പോൾ നല്ലപോലെ നമ്മൾ അരിച്ച് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് സാധാരണ നമ്മളിത് പുഡിങ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ച് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാവേ, അപ്പോൾ അതിനകത്ത് ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നടുക്കൊരു ചെറിയൊരു കുഞ്ഞൊരു ഹോളും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് ആവിക്ക് വെക്കുമ്പോഴത്തേക്കൊന്ന് ഇതൊക്കെ ആവിയൊക്കെ കയറാൻ വേണ്ടി നമുക്കിങ്ങനെ നമ്മുടെ ഈ ടൂത്ത് പിക്ക് വെച്ചിട്ടുണ്ട് 1-2 ഹോൾ ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ സാധാരണ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടയിൽ നമ്മൾ സ്റ്റീം ചെയ്യുന്ന പോലെ അകത്ത് വെള്ളം ഒഴിച്ച് തട്ട് വെച്ചിട്ട് ഇതങ്ങോട്ട് നമുക്ക് നന്നായിട്ടങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുക്കാവും. അപ്പോൾ നമുക്കിത് വാങ്ങിയെടുക്കാവേ.
അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ സ്വീറ്റ്സ് വെച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് നോക്കാം. ഭയങ്കര ചൂടാണ്. ഇതുകൊണ്ട് നല്ലപോലെ നമ്മുടെ പുഡിങ്ങൊക്കെ വെന്ത് കിട്ടും. നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിങ്ങനെ വേണമെങ്കിൽ ഒന്ന് കുത്തി നോക്കാം. ആദ്യമൊക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഇതെവിടെയും പിടിക്കുന്നുണ്ടോ എന്ന്. അപ്പം ഇതെവിടത്തും പിടിച്ചിട്ടൊന്നുമില്ല, നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇതൊന്ന് വാങ്ങി എടുത്തിട്ട് നമുക്കൊന്ന് തണുപ്പിച്ച് ഇത് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാവാം. അപ്പോൾ ഇതിങ്ങനെ ഇനിയിപ്പോൾ വാങ്ങി നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇത് റൂം ടെമ്പറേച്ചർ ഇരുന്നൊന്ന് തണുത്തിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോഴാണ് നല്ല അടിപൊളിയായിട്ടുള്ള സ്വീറ്റ്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വാങ്ങി വെച്ച് തണുപ്പിച്ചെടുക്കാവേ. നമ്മുടെ ഹെൽത്തി സ്വീറ്റ് നമ്മൾ തയ്യാറാക്കിയത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് ഒന്ന് ഇടാവേ. കണ്ടോ, അത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ടത് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇത് നമ്മൾ വായിലിട്ട് ചവയ്ക്കൊന്നും വേണ്ട, വായിലിടുന്നതേ അലിഞ്ഞു പോയിക്കോളും. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ശകലം ശർക്കരയും ഇച്ചിരി തേങ്ങാപ്പാലും 2 മുട്ടയുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിള്ളേർക്കൊക്കെ സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്നത് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.